എല്ലാ കൂട്ടുകാർക്കും എന്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് എന്റെ ഫാമിലിയുടെ കൂടെ മുനമ്പം ബീച്ചിലോട്ട് വന്നേക്കണേണ്. അപ്പോ ഞാനങ്ങനെ എനിക്ക് സാധാരണ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ഇരിക്കണം, പുറത്തൊന്നും പോകാൻ ഇഷ്ടമല്ല. അവിടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കണം. പക്ഷെ അനിയനോ അനിയത്തിയോ ഇട്ട് സമ്മതിക്കാണ്ട് കുത്തിപ്പൊക്കി കൊണ്ടുവന്നേക്കണേണ്. ഞാൻ ഭയങ്കര മടിയായിരുന്നു വരാൻ വേണ്ടിട്ട്. അപ്പൊ ടുട്ടുവിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ സമയം മുതൽ അവൻ സമ്മതിക്കുന്നില്ല. അവന് പോണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെന്തായാലും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടുട്ടോ ടുട്ടോ, അയ്യോ എന്റെ ചെരുപ്പ്. ടുട്ടോ കേട്ടല്ലേ? അയ്യോ ടുട്ടു വിചാരിച്ച പോലെയല്ല കേട്ടാ. വീട്ടിൽ നിന്ന് ഇറങ്ങണേക്കാട്ടി മുമ്പ് ഞാൻ ഇറങ്ങൂല, എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയാണ് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഈ കാണുന്നത്. ഇവനാണ് ശരിയാവൂല. അവനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് അനിയത്തി കുറെ പടയുണ്ട്. പോകുട്ട് തിരിച്ച് അത് ഈ അടുത്തൊക്കെ ഇറങ്ങിയിട്ടില്ലെന്നോ. ആ അനിയനാണെന്നുണ്ടെങ്കിൽ ബാഗൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പാവം കട്ട പോസ്റ്റായി പോയി. ഇവിടെ അനിയത്തിനാണെന്നുണ്ടെങ്കിൽ അവൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവളും ദേ ഇപ്പൊ ഞാനും വാപ്പിച്ച് ഉമ്മച്ചിയൊക്കെ ഫ്രീ ആയിട്ടുള്ളു. അപ്പൊ ഉമ്മച്ചിക്ക് ചുമയതുകൊണ്ട് ഉമ്മച്ചി അറ്റത്തോടെ ഇരിപ്പുണ്ട്. ഉമ്മച്ചി ഇങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. വാപ്പിച്ചാണ് എന്റെ വഞ്ചിയുടെ അടുത്തോട്ട് ഇങ്ങനെ പോണണ്ട. വാപ്പിച്ചിക്ക് ഇങ്ങനെ വഞ്ചി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആളെ വഞ്ചിന്റെ അടി പോവാണ്. പറഞ്ഞപ്പോഴത്തേക്കും ആള് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ. തിരിച്ചെത്തിയിട്ട് പിന്നെ ആളുടെ വക കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണേണ് ഞങ്ങളുടെ. അപ്പോൾ വാപ്പിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ അവരോടൊപ്പം ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കളിച്ച്, ഒരുപാടാണ് കളിച്ചില്ല. കാരണം ഞങ്ങൾ അധികം കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടുട്ടു അതിൻ്റെ അപ്പുറത്തോട്ടാവുമ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ കൈക്ക് അത്രയും ബലം ഉണ്ടാവില്ല, ആണുങ്ങൾക്കൊക്കെ ഉള്ള അത്രയും എനിക്കൊരു ധൈര്യമില്ല പിടിക്കാനൊക്കെ. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർമാദിക്കുമായിരുന്നു കേട്ടോ. നന്നായിട്ട് എന്താ പറയുക, വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇതാക്കൊന്നും അറിയില്ല, അതേപോലെ ആയിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് പോയപ്പോൾ വലിയ മൂഡുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ തോന്നില്ല. പിന്നെ അവൻ കളിച്ചോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ച്. അത് ശരിയല്ലേ, നമ്മെല്ലാവരും പണ്ടൊക്കെ തള്ളവരിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച്, പണ്ടെന്നല്ല കേട്ടാ, എല്ലാവരും ഇങ്ങനെ തള്ളവരിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കൂലേ, വെള്ളത്തിൻ്റെ അടുക്ക് പോയിട്ട്. എന്നിട്ട് അത് അവിടത്തുള്ള മണ്ണൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പോണത് അതൊക്കെ രസമായിരുന്നു. നമ്മളെല്ലാരും പണ്ട് എഴുതിയിരുന്നൊരു സംഭവമാണല്ലേ, കടലമ്മ. പിന്നെ തൊട്ടടുത്ത് വരെ വന്നുണ്ട്, ഇങ്ങോട്ട് വന്നില്ല. ഒന്നും കൂടി എഴുതി വെക്കട്ടെ. അയ്യോ കടലാണ് എഴുതിയപ്പോഴത്തേക്ക് പിന്നെ പോലെ പൊക്കണുണ്ട് കേട്ടോ ഇവിടെ. അതിന്റെ അടുത്ത് തന്നെ നല്ലൊരു സീനറിയാണ് കേട്ടാ. കണ്ടോ ചീന പോലെ പൊക്കണതും അവിടേക്ക്. ഇപ്പൊ കറക്റ്റ് അതാ സൂര്യന്റെ കറക്റ്റ് മിഡിലെത്തി ആ ഒരു ചീനമലയുടെ ആ ഒരു
ഇത് കണ്ടോ സൂര്യന്റെ മിഡിലായിട്ട് നമുക്ക് അതുകൊണ്ട് അറിയാൻ പറ്റുമോ നീങ്ങണ്ടോ ഇല്ലയെന്നുള്ളത്. ഞങ്ങളൊക്കെ ഞങ്ങൾ മീൻസ് നമ്മൾ ഉൾപ്പെടെ ആയിരിക്കും അല്ലേ. നമ്മൾ ബീച്ചിൽ വരുമ്പോൾ ചെയ്യണ കാര്യങ്ങൾ ഒന്ന് കടലമ്മാന്ന് എഴുതി നോക്കും, പിന്നെ എന്തായാലും വെള്ളത്തിൽ കളിക്കും, പിന്നെ ഇങ്ങനെ കുറച്ച് അവിടുത്തെ മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടെങ്കിലും എന്തെങ്കിലുമൊക്കെ വെറുതെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെള്ളം കയറി ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അല്ലേ. പക്ഷേ ചിലവരുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മറ്റേ കൊട്ടാരമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എന്ത് രസം എന്നറിയോ, ഞാനിപ്പോൾ ഇതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് 2 പിള്ളേര് നല്ല അടിപൊളിയായിട്ട് നല്ല ഇതൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. കൊട്ടാരമാണോ ഇങ്ങനെ കോട്ടയൊക്കെ പോലെ ഉണ്ടാക്കൂലേ അതേപോലെ. കോലം അപ്പൊ ഞാനൊന്ന് കാലൊന്ന് കഴുകിയിട്ട് ചെരുപ്പിടാൻ പോവേണ്ട കേട്ടോ. കാല് മുഖത്ത് ഇരിക്കുമ്പോ ഒരു രസം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനൊന്ന് കാല് ജസ്റ്റ് കഴുകിയിട്ട് ശരിക്കും നടന്ന് അങ്ങോട്ട് പോകാൻ തോന്നുന്നു അല്ലേ. അപ്പൊ കാല് കഴുകിയിട്ട് ഞാൻ തിരിച്ച് കയറേണ്ട. ചെരുപ്പ് അയ്യോ ചെരുപ്പ് മുന്നിപ്പോയി. കാര്യമില്ല വലിയ കാര്യമില്ല. ശരിക്കും ഈ ബീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുനമ്പം ബീച്ചാട്ടാ. ഇത് നമ്മുടെ ചെറായിന്ന് വരുമ്പോൾ ചെറായി കഴിഞ്ഞിട്ട്, അതായത് ചെറായിന്ന് വരുമ്പോൾ അല്ല പറവൂരിൽ നിന്ന് വരുമ്പോൾ ഒക്കെ ചെറായി കഴിഞ്ഞിട്ടാണ് ഈ ഒരു മുനമ്പം ബീച്ച്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കെട്ടിയങ്ങനെ കൊണ്ട് നമുക്ക് അവിടേക്ക് ഇരിക്കാം, കുറച്ച് മനസ്സിലായോ, കടൽ തീരം മാത്രമല്ല. അത് മാത്രമല്ല ചെറായിലാണെങ്കിൽ ആ സമയത്ത് നല്ല തിരക്കുമായിരുന്നു കേട്ടോ. നമുക്ക് കൊറോണയൊക്കെ ആയതുകൊണ്ട് അത്ര തിരക്കിലങ്ങോട്ട് പോകാൻ തോന്നൂലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ആൾക്കാർ പോകൂലേ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെറായിലും കൂടെ ഇറങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചിട്ടാണ് പോയേക്കണം. അപ്പോൾ ചെറായി ബീച്ചിൽ വന്നവർ ഇവിടെ ഒന്ന് വന്ന് നോക്കാട്ടോ. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മുനമ്പം ബീച്ച് ചോദിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കാണ്ട. ഇങ്ങനെ മൊത്തം കെട്ടി അവിടെയൊക്കെ ഇരിക്കുമ്പോഴും നല്ല രസം തന്നെ. ശരിക്കും ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കടലായിരുന്നിരിക്കൂലേ മുമ്പ്, അതിങ്ങനെ റോഡ് പോലെ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഒരു രസമല്ലേ, നമ്മൾ പണ്ട് കടലുണ്ടായ ഭാഗത്ത് കൂടിയാണ് നമ്മൾ നടക്കണേന്നൊക്കെ നോക്കുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ എന്താ പുലിമുട്ടെന്നാണ് കേട്ടോ ഇതിനെ പറയാം. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടെ, വാപ്പച്ചി പറഞ്ഞു തന്നെയാണ് പുലിമുട്ട്. പിന്നെ ഇവിടേക്ക് നിന്ന് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ദേ ഇവിടെ തന്നെ എൻ്റെ വാപ്പിച്ചു ഉമ്മിച്ചി റെഡി ആവണം കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ അനിയത്തിയും അനിയനും കൂടെ ഫോട്ടോ എടുക്കണം. അപ്പം ഞാൻ മാത്രം സിംഗിളായിരുന്നു, ഞാനും ടുട്ടു. പിന്നെ ടുട്ടു നൈസായിട്ട് അവരുടെ ഇടയിൽ കൂടെ കട്ടുറുമ്പായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കണേണ്. അപ്പോൾ ഇവരുടെ കപ്പിൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ടൊരു ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടണേണ്ട. അപ്പോൾ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറായി ബീച്ചിൽ ആ തിരക്ക് കുറയുമെന്ന് കരുതി ഞങ്ങളുടെ ചിന്തകളൊക്കെ തെറ്റി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ കണ്ടപ്പോൾ അങ്ങോട്ട് മാത്രം ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങണേണ്ട. ടുട്ടുനെ പറഞ്ഞാൽ അപ്പുറന്ന് കൊണ്ടുവന്നത്, അതുകൊണ്ട് മാത്രം അവിടെ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് കയറി നന്നായിട്ട് നനഞ്ഞ് കുളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി. ആൾക്കിപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല മിണ്ടാണ്ടിരിക്കുന്നതാണ്. അതുവരെ കണ്ട ആളല്ല അത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ബീച്ച് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു.